സാറേ, നമ്മുടെ രുദ്രം മിസൈലിന് ഇപ്പോൾ ആവശ്യക്കാരേറി വരുന്നത് ഇപ്പോൾ ഗ്രീസാണ് ഇപ്പോൾ ഒടുവിൽ പറഞ്ഞു കേൾക്കുന്ന പേര്. അങ്ങനെ ഗ്രീസിന് കൊടുക്കുന്നതിന് പിന്നിൽ നമുക്ക് വേറെ ചില അജണ്ടകളുണ്ടോ? ഗ്രീസിൻ്റെ ശത്രുവാണ് തുർക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ സൈപ്രസ് വിഷയമുണ്ട്. അതെ, റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് എന്ന് പറഞ്ഞ ഒരുമാതിരി രാജ്യങ്ങളൊക്കെ അംഗീകരിച്ചിട്ടുള്ളത് ഗ്രീസിൻ്റെ കയ്യിലാണ്. മറ്റേ സൈപ്രസ് ആണ് പാകിസ്ഥാനൊക്കെ അംഗീകരിച്ചിട്ടുള്ളത്. തുർക്കിയുടെ സൈപ്രസ് തുർക്കിയുടെ കയ്യിലുള്ളത്. അപ്പോൾ എപ്പോഴും ഈ തുർക്കിക്കിട്ട് അടിക്കാനൊരു താല്പര്യം ഗ്രീസിന് കാണും. അപ്പോൾ ഗ്രീസിൻ്റെ കയ്യിൽ റഫാലുണ്ട് കുറേ. റഫാലിന് പറ്റിയ മിസൈലാണ് ഈ രുദ്രം 1 and 2 എന്ന് പറയുന്നത്. അപ്പോൾ ഹെലനിക് എയർഫോഴ്സ്, ഹെലനിക് എന്ന് പറഞ്ഞാൽ എല്ലാം ഗ്രീക്ക് എന്നാണ് അർത്ഥം. ഹെലനിക് എയർഫോഴ്സ് HAF എന്നാണ് ഗ്രീസിൻ്റെ വ്യോമസേനയുടെ പേര്. അപ്പോൾ രുദ്രം ശ്രേണിയിലുള്ള ഈ ആൻറ്റി റേഡിയേഷൻ മിസൈലുകളൊക്കെ വലിയ താല്പര്യമുണ്ട് അവർക്ക്, ഈ യുദ്ധവും കൂടി കഴിഞ്ഞപ്പോൾ. അപ്പോൾ DRDO വികസിപ്പിച്ചതാണ് രുദ്രം ശ്രേണി 1, 2. വിമാനത്തിൽ നിന്ന് വയ്ക്കുന്ന മിസൈലാണ്. റഫാലിന് പറ്റിയതാണ്. റഫാൽ അവരുടെ കയ്യിലുണ്ട്. ഇപ്പം ഈ രുദ്രം 1 and 2 പോലത്തെ ഒരു മിസൈല് ഇപ്പോൾ ലോകത്തിൽ ഇത്രയും ശേഷിയുള്ള, ഇത്രയും ഉദ്ദേശശുദ്ധിയുള്ള ഒരു മിസൈൽ വേറെ കിട്ടാനില്ല. ശത്രുവിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം മൊത്തത്തിൽ തകർക്കാൻ പറ്റിയ മിസൈലാണ് ഈ രുദ്രം. റഡാറുകൾ, കമ്മ്യൂണിക്കേഷൻ ഹബ്ബുകൾ, ബങ്കറുകൾ, നിലവറ, ഇതൊക്കെ തകർക്കാൻ ഉപയോഗിക്കുന്നതാണ് രുദ്രം. അപ്പോൾ റഫാൽ, തേജസ് തുടങ്ങിയ വിമാനങ്ങളിൽ രുദ്രം നന്നായിട്ട് നമുക്ക് വഹിക്കാനും ആക്രമിക്കാനും പറ്റും. അപ്പോൾ റഫാലിലും തേജസിലും രുദ്രം 1 നമ്മൾ വയ്ക്കാൻ പോകുന്നുണ്ട്. ഈ നാറ്റോ രാജ്യം ആണ് ഈ ഗ്രീസും തുർക്കിയെ പോലെ തന്നെ. അപ്പോൾ ഫ്രാൻസ്, ജർമ്മനി എന്നിവയുടെ റഡാർ തകർക്കാനുള്ള റഡാർ വേദ ആയുധങ്ങൾ ഇപ്പോൾ പോരാ എന്നുള്ളൊരു അവസ്ഥ നാറ്റോ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ട്. ഫ്രാൻസും ജർമ്മനിയാണല്ലോ വലിയ രാജ്യങ്ങൾ. അവരുടെ കയ്യിൽ ഈ റഡാറിനെ തകർക്കാൻ പറ്റിയ കൊള്ളാവുന്നൊരു മിസൈൽ ഇല്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. അമേരിക്കയുടെ AGM-88 HARM ആണ് ഇപ്പോൾ റഡാറൊക്കെ തകർക്കാൻ പറ്റിയ മിസൈലായിട്ട് ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയൊക്കെ കയ്യിലുള്ളത്. ഇത് തന്നെയാണ് ഗ്രീസിൻ്റെയും കയ്യിലുള്ളത്. അത് പോരാ എന്നുള്ളൊരു തോന്നൽ ഈ രാജ്യങ്ങൾക്കൊക്കെ ഉണ്ട്. ഇനി അവർക്ക് പറ്റിയ MBDA RJ-10 എന്ന് പറഞ്ഞിട്ടൊരു മിസൈൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2035 അത് വികസിപ്പിച്ച് തീരുള്ളൂ. അപ്പോൾ ഇനിയും 10 കൊല്ലം എടുക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ലോകരാജ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ റഡാറിനെയൊക്കെ തകർക്കാൻ പറ്റിയ ഒന്നാന്തരം മിസൈൽ ഇപ്പോൾ രുദ്രം മാത്രമാണ്. നമ്മൾ ശരിക്കും മിസൈൽ രംഗത്തൊരു ശക്തിയാണ്, വലിയ ശക്തിയായിട്ട് വരികയാണ്. ബ്രഹ്മോസ് ഇപ്പോൾ ഉണ്ടല്ലോ, സൂപ്പർസോണിക്. നമ്മൾ ബ്രഹ്മോസ് 2 ഹൈപ്പർസോണിക്കും വരുന്നു. അപ്പോൾ ഗ്രീസിന് 24 റഫാൽ വിമാനങ്ങളുണ്ട്. കിഴക്കൻ മെഡിറ്ററേനിയനിലാണെങ്കിൽ ശത്രുക്കളും ഉണ്ട് ഗ്രീസിന്. ഇപ്പോൾ ഗ്രീസിന് AGM-88 HARM ഞാൻ പറഞ്ഞല്ലോ, അത് ആ മിസൈലാണ് ഉള്ളത്. അതിന് ബദലാണ് രുദ്രം. ആ അമേരിക്കൻ മിസൈലിന് ഇല്ലാത്ത ഗുണങ്ങളൊക്കെ രുദ്രത്തിനുണ്ട്. രുദ്രം എന്നുള്ള പേര് തന്നെ ശിവനുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. ശിവന് ജപിക്കുന്ന ജപമന്ത്രങ്ങളാണ് രുദ്രം എന്ന് പറയുന്നത്. ഏപ്രിൽ 28 നമ്മൾ ഈ റഫാലിൻ്റെ കമ്പനിയിലെ ദസോൾട്ട് അവരുമായിട്ടൊരു കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് ഏപ്രിൽ 28. അതായത് ഫ്രഞ്ച് ദസോൾട്ട് നിർമ്മിച്ചതാണ് റഫാൽ. അപ്പോൾ ഫ്രഞ്ച് ജെറ്റുകളിലൊക്കെ ഇന്ത്യൻ മിസൈലുകൾ ഫിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞൊരു കരാർ നമ്മൾ ഏപ്രിൽ 28 ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ റഫാലും ഒക്കെ ഇന്ത്യൻ മിസൈലുകളായിട്ട് തന്നെയാണ് നമുക്ക് വരിക. അപ്പോൾ റഫാലിന് ഈ രുദ്രം കൃത്യമായിട്ട് ചെയ്യും. AS-37 മാർട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു മിസൈൽ ഉണ്ടായിരുന്നു, ഈ റഡാറിനെയൊക്കെ ആക്രമിക്കാൻ പറ്റിയത് മുമ്പ്. അത് വിരമിച്ചു, സേവനം ഒക്കെ തീർന്നു അതിൻ്റെ.
അപ്പോൾ അത് കഴിഞ്ഞ് ഫ്രാൻസിന് ആൻറ്റി റഡാർ മിസൈലില്ല, ഒരു കൊള്ളാവുന്ന മിസൈലില്ല. അതുകൊണ്ട് ഇനി ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ഈ രുദ്രം ഗ്രീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ വാങ്ങിച്ചു എന്നും വരാം. അപ്പോൾ രുദ്രം 1 എന്ന് പറയുന്നത് 100 മുതൽ 200 കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട്. രുദ്രം 2 300 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. ഭാരത് ഡൈനാമിക്സ്, ബെല്ല്, ഭാരത് ഇലക്ട്രോണിക്സ്, പിന്നെ അദാനി ഡിഫൻസ്, ഇവരൊക്കെ രുദ്രം നിർമ്മിക്കുന്നുണ്ട്. ഒരു കമ്പനി മാത്രമല്ല. അപ്പോൾ പലരും 3 കമ്പനികൾ അത് നിർമ്മിക്കുന്നുണ്ട്. ഈ അമേരിക്കയുടെ AGM 88 ഹാമിന് ഒരു യൂണിറ്റിന്, ഒരെണ്ണത്തിന് $1 മില്യൺ മുതൽ $2 മില്യൺ വരെ വിലയുണ്ട്. ഡോളർ എന്ന് പറയുമ്പോൾ 12 കോടി മുതൽ 24 കോടി രൂപ വരെ ഒരു മിസൈലിന് വില വരും. രുദ്രം 10 മുതൽ 15 കോടി രൂപ വരെ എന്ന് പറഞ്ഞാൽ ആ അമേരിക്കൻ മിസൈലിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് നമ്മുടെ മിസൈൽ കിട്ടും. ഇതിപ്പോൾ പാകിസ്ഥാനെ ഇടിച്ച് നിരപ്പാക്കിയിട്ട് നമ്മൾ യുദ്ധം നിർത്തണമായിരുന്നു എന്നൊക്കെ വിശ്വസിക്കുന്ന പല ആളുകളും ഇല്ലേ. ഈ ഇത്രയും കോടി, 15 കോടിയൊക്കെയാണ് മിസൈലേ, എത്ര കോടി രൂപ വെറുതെ ചിലവായി പോയേനെ, ഇങ്ങനെ നിർത്തിയാൽ പോരെ. അപ്പോൾ രുദ്രം 10-15 കോടി രൂപയ്ക്ക് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് ആവശ്യക്കാർ കയറും. ഗ്രീസിന് തുർക്കി വലിയ ശത്രുവാണ്. അപ്പോൾ ജലം, വ്യോമമേഖല, സൈപ്രസ്, 3 വിഷയങ്ങളിൽ ശത്രുവാണ് തുർക്കി. പിന്നെ നോർത്ത് മാസിഡോണിയ ഗ്രീസിൻ്റെ ശത്രുവാണ്. 2018 പ്രപ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഉടമ്പടിയൊക്കെ ഉണ്ടായി നോർത്ത് മാസിഡോണിയ ആയിട്ട്. പക്ഷെ അതത്ര ഗുണപ്പെട്ടിട്ടില്ല. പിന്നെ നേരത്തെ മെഡിറ്ററേനിയൻ ശത്രുക്കൾ എന്ന് പറഞ്ഞല്ലോ, അതിൽപ്പെട്ടതാണ് ലിബിയ ഗ്രീസിനെ സംബന്ധിച്ച്. അപ്പോൾ ഗ്രീസിന് പലർക്കും എതിരെ എടുത്തുപയോഗിക്കാനായിട്ട് റഫാലിൽ മിസൈലുകൾ വേണം. അതാണ് ഈ രുദ്രൻ ചോദിച്ച് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിസൈലുകൾക്ക്, നമ്മുടെ പ്രതിരോധ ആയുധ മീൻസ് ആയുധങ്ങൾക്കൊക്കെ തന്നെ വലിയ ഡിമാൻഡ് കൂടി വരികയാണ്. അപ്പോൾ ഇതുവരെ ലോകരാജ്യങ്ങൾ കേൾക്കാത്ത പോലും പ്രോഡക്റ്റുകൾ നമ്മൾ കൊണ്ട് അത് ആളുകളെ ആകർഷിക്കുന്നു എന്നുള്ളത് നമ്മുടെ ശത്രുരാജ്യങ്ങൾക്ക് ഒരു അസൂയ സൃഷ്ടിക്കുന്ന കാര്യമല്ലേ? ആ അസൂയുണ്ട്. ആ അസൂയ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ ചില മിസൈലുകൾ, ആയുധങ്ങൾ ഒക്കെ കൊള്ളുകയില്ലെന്നും ഇതൊക്കെ വെടിവെച്ച് വീഴ്ത്തിയെന്നും ഒക്കെയുള്ള ഈ പാകിസ്ഥാൻ്റെ പത്രങ്ങളിലുള്ള പാകിസ്ഥാൻ്റെ ഈ അടിസ്ഥാനരഹിതമായ വാർത്തകളുണ്ടല്ലോ, ഇതൊക്കെ അമേരിക്കൻ പത്രങ്ങളും പ്രസിദ്ധീകരിച്ചത്. പാകിസ്ഥാൻ കൊടുക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടെന്നുള്ള രീതിയിൽ അല്ലേ? എന്നല്ല, നമ്മളുടെ മിസൈലുകൾ ഉള്ളില്ല എന്ന് പാകിസ്ഥാൻ പറയുന്നത് പ്രചരിപ്പിക്കണം അമേരിക്കയ്ക്ക്. നല്ല അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ മിസൈലുകൾ തല്ലിപ്പൊളിയാണെന്ന് വന്നാലേ അമേരിക്കൻ മിസൈലുകൾ വിൽക്കാൻ പറ്റുള്ളൂ. അതെ, അവരുടെ കച്ചവടം കൂട്ടി പോലെ. അപ്പൊ നമ്മുടെ മിസൈലുകൾ മുഴുവൻ പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തി എന്നുള്ള റിപ്പോർട്ടുകൾ അവിടെ എന്താണ് ന്യൂയോർക്ക് പോസ്റ്റ് അല്ലേ, ന്യൂയോർക്ക് ടൈംസ്, ഇങ്ങനെ പല ചാനലുകളും ഒക്കെ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ കമ്പനികളിലെ ഈ ഇതൊക്കെ നിർമ്മിക്കുന്ന കമ്പനികൾ, ആ കമ്പനികളുടെ താല്പര്യത്തോടു കൂടെയൊക്കെ ചില മാധ്യമങ്ങളൊക്കെ നിൽക്കുന്നുണ്ടാവുമല്ലോ. അവർക്ക് നമ്മുടെ ആയുധങ്ങൾ മോശമാണെന്ന് വരുത്തണം. അപ്പോൾ പാകിസ്ഥാൻ പ്ലാൻ ചെയ്യുന്ന വാർത്തകളുണ്ടല്ലോ, നമ്മുടെ മിസൈൽ അവർ വെടിവെച്ച് വീഴ്ത്തി. മറ്റേത് സത്യത്തിൽ നമ്മൾ തുർക്കിയുടെയും ചൈനയുടെയും ഒക്കെ മിസൈല് വെടിവെച്ച് വീഴ്ത്തുകയല്ലേ ചെയ്തത്. അത് ഗുണമില്ല എന്ന് തെളിഞ്ഞ യുദ്ധമായിരുന്നു ഇത്. അതുപോലെ തന്നെ അമേരിക്കയുടെ അല്ലേ, അമേരിക്കയുടെ ഒക്കെ അമേരിക്ക സത്യത്തിൽ അപ്ഡേഷനൊന്നും നടന്നിട്ടില്ല ആയുധങ്ങളിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട്. അതാണ് അമേരിക്കയ്ക്ക് പറ്റിയിട്ടുള്ള അബദ്ധം. മറ്റു രാജ്യങ്ങളൊക്കെ ഒരുപാട് ഈ വക കാര്യങ്ങളിലൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ബ്രഹ്മോസ് പോലെ ഒരു മിസൈൽ ഇപ്പം ഇല്ല. കാരണം ഭൂമിയുടെ നിരപ്പിൽ നിന്ന് താഴ്ന്നു പറക്കുന്നത് അല്ലേ, 10 മീറ്റർ ഉയരത്തിൽ പറക്കുന്ന വേറൊരു മിസൈൽ അതുപോലെ ഇല്ല. അതുപോലെ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ നമ്മൾ വികസിപ്പിക്കുന്ന അത് ക്രൂസ് മിസൈലാണ്.
സാർ ഇപ്പോൾ ഈ അൽ ജസീറ പോലുള്ള ചാനലുകളൊക്കെ ഉണ്ട്, അത് ശരിക്കും ഇപ്പോഴും ഇന്ത്യ വിരുദ്ധമായ വാർത്തകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഈ വാഷിങ്ടൺ പോസ്റ്റും അത്തരത്തിലുള്ള ചില വാർത്തകൾ. അപ്പോൾ ഇവരൊക്കെ തന്നെ പറയുന്ന വാർത്തകളെ ആധികാരികമായിട്ട് ഇൻ്റർനാഷണൽ മീഡിയ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മറ്റ് രാജ്യങ്ങളിലേക്കും ഇത് പ്രചരിപ്പിച്ച് ചെല്ലുന്നില്ലേ? അങ്ങനെ ചെയ്യുന്നുണ്ട്. അൽ ജസീറ എന്ന് പറയുന്നത് ഖത്തറിൻ്റെ ആണല്ലോ. അതെ, ഖത്തർ മറ്റേ തുർക്കിയുടെ ഒക്കെ ചേരിയിൽ നിൽക്കുന്ന രാജ്യമാണ് പൊതുവെ. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, നമ്മളുടെ പത്രസമ്മേളനത്തിൽ നമ്മൾ ആ ഇമേജുകൾ മുഴുവൻ വെളിയിലേക്ക് വിട്ടു. അതായത് സാറ്റലൈറ്റ് ചിത്രങ്ങൾ അല്ലേ? ഇത് മുഴുവൻ പാകിസ്ഥാനിൽ സംഭവിച്ചതാണല്ലോ. ഇപ്പൊ പാകിസ്ഥാൻ്റെ തന്നെ മുൻ വ്യോമ മേധാവി സമ്മതിച്ചില്ലേ, നമ്മളിതൊക്കെ തകർത്തിട്ടുണ്ട്, നമ്മൾ അവരുടെ വാക്സ് തകർത്തിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ അവർ തന്നെ സമ്മതിച്ചു വരുമ്പോൾ പിന്നെ നമ്മൾ ഈ ചിത്രങ്ങളിൽ കൂടി പിന്നെ ഉപഗ്രഹ ചിത്രങ്ങൾ കുറച്ചുകൂടി ഹൈ റെസൊല്യൂഷൻ മാക്സ് ടെക്നോളജിയുടെ ഒക്കെ വരുമ്പോൾ പിന്നെ മിലിറ്ററി വിദഗ്ധര്, പാശ്ചാത്യ വിദഗ്ധർ തന്നെ, ടോം കൂപ്പറൊക്കെ പോലുള്ള, ജോൺ സ്പെൻസർ, ഇങ്ങനത്തെ ആളുകളുമൊക്കെ ഇന്ത്യയുടേത് വലിയ വിജയമായിരുന്നു എന്നും ലോകരാജ്യങ്ങൾ ഈ യുദ്ധം പഠിക്കുന്നുണ്ടെന്നും ഒക്കെ. ഇതൊരു ആകാശ യുദ്ധം മാത്രമായിരുന്നല്ലോ. അതെ, കാരണം അങ്ങോട്ട് കയറി ടാങ്കുകളോ അങ്ങനെ കവചിത വാഹനങ്ങളോ ഒന്നുമില്ല. ഒരു ആകാശ യുദ്ധം, അതും ഏറ്റവും മോഡേൺ ആയിട്ട് നടന്നത്. ഒരുപക്ഷെ ഗൾഫ് യുദ്ധത്തിന് ശേഷം നടന്ന ഒരു ആകാശ വാർഫെയർ ആയിരുന്നു ഇത്. അപ്പൊ ഇത് ഈ പാഠപുസ്തകങ്ങളിലൊക്കെ ഇത് വരുമല്ലോ, രാജ്യങ്ങളൊക്കെ ഇതൊക്കെ പഠിക്കും. അങ്ങനെയാണ് ഗ്രീസ് എന്താണ് മുൻപേ പറന്ന പക്ഷി എന്ന് കരുതിയാൽ മതി. അവരാദ്യമേ ചോദിച്ചു വന്നു. അപ്പൊ ക്യൂ കൂടുന്നതിന് മുമ്പ് മറ്റു രാജ്യങ്ങൾക്കും വരാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.